ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. ഇത് നമ്മുടെ ആൻഡമാൻ ട്രിപ്പ് ഡേ 2 സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഇപ്പൊ നമ്മുടെ നോർത്ത് ബേയിൽ നിന്ന് നേരെ റോസ് ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോസ് ഐലൻഡ് എന്നുള്ളത് ബ്രിട്ടീഷുകാർ കൊടുത്ത പേരാണ് കേട്ടോ. ഇപ്പൊ അത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അതായത് NSCB ദ്വീപ് എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇവിടെ പോകുമ്പോൾ ശരിക്കും നമുക്ക് നല്ലൊരു നൈസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കിട്ടുക. ദ്വീപിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തത് നമ്മൾ വെൽക്കം ചെയ്യാൻ എത്തുന്നത് ദൈവന്മാരാണ് കേട്ടോ. NSCB ദ്വീപിൽ മാനുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു ദ്വീപ് ഫുള്ളും മാനുകൾ. അവന്മാർക്ക് നമ്മളെയും പേടിയില്ല, നമുക്കും അവന്മാരെ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നെരുവിനാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവന്മാരെല്ലാം നമ്മളുമായിട്ട് പെട്ടെന്ന് കമ്പനി ആയിട്ടോ. ഇവന്മാരെ നമുക്ക് ടച്ച് ചെയ്യാം, പിന്നെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അവിടെ ഒത്തിരി സാധനങ്ങൾ സെല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് മേടിച്ചും കൊടുക്കാം. എൻട്രൻസിന്റെ അവിടെ തന്നെ കുറെ ഇലക്ട്രിക് വണ്ടികളുണ്ട് കേട്ടോ. 100 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നേരെ അവർ ദ്വീപിന്റെ അകത്ത് കൊണ്ട് വിടും. പോകുന്ന വഴിക്ക് മാനുകളെ മാത്രമല്ല കേട്ടോ, വേറെയും കുറെ അനിമൽസിനെ കാണാം. പീക്കോക്ക്, സ്ക്യൂരൽസ്, റാബിറ്റ്, പീജിയൻസ്, അങ്ങനെ വേറെയും ഒത്തിരി ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവരെല്ലാവരും നമ്മളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫോറസ്റ്റിലൂടെ ഇങ്ങനെ ഒരു ഓപ്പൺ വണ്ടിയിൽ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പോകുന്ന വഴിക്ക് അനിമൽസും ബേർഡ്സും മാത്രമല്ല, കുറെ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്സും കാണാൻ പറ്റും നമുക്ക്. കാരണം പണ്ട് ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു ഈ ദ്വീപ്. അന്നത്തെ അവരുടെ ഇമ്പോർട്ടൻറ്റ് ഓഫീസുകൾ, പ്രിന്റിംഗ് പ്രസ്, ചർച്ച്, വർക്ക്ഷോപ്പുകൾ, ബേക്കറി, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. 1941 വന്ന ഒരു വലിയ എർത്തക്യൂക്കോട് കൂടി അവരിവിടം ഉപേക്ഷിച്ചു പോയതാണത്രേ. പിന്നെ വേൾഡ് വാർ 2 ടൈമിൽ ജാപ്പനീസുകാർ ഇവിടം കൈയടക്കുകയും അവിടുത്തെ പ്രിസണേഴ്സിനെ കൊണ്ടാണത്രേ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യിച്ചിരുന്നത്. അന്ന് സെല്ലുലാർ ജയിലിന്റെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലാണത്രേ ഈ ഐലൻഡ് തിരിച്ചു പിടിക്കാനായി പോരാടിയത്. അതുകൊണ്ടത്രേ റോസ് ഐലൻഡ് NSCB ദ്വീപായി മാറിയത്. ഇപ്പോഴിത് ഇന്ത്യൻ നേവിയുടെ കൺട്രോളിലാണ് കേട്ടോ. അങ്ങനെ നമ്മളെ നേവൽ കോസ്റ്റൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൊണ്ട് വിട്ടു കേട്ടോ വണ്ടി. ഇവിടെ വെച്ചാത്രേ നേവിയുടെ ഫയറിങ്ങിന്റെ ട്രയലെല്ലാം നടത്താറ്. ഞങ്ങൾ പിന്നെ നേരെ ആ ബിൽഡിങ്സ് എല്ലാം ഒന്ന് നടന്ന് കാണാന്ന് വെച്ചു. എല്ലാ ബിൽഡിങ്സും ദേ ഫുള്ളായിട്ട് വേര് പിടിച്ച് കിടക്കായിരുന്നു. 1780s മറ്റും പണി കഴിപ്പിച്ച ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ. ശരിക്കും കാണുമ്പോൾ ഒരു പ്രേതബംഗ്ലാവിന്റെ ആംബിയൻസ്. ഒറ്റയ്ക്കാണെങ്കിൽ ശരിക്കും കയറിപ്പോവാൻ പേടിയാവും കേട്ടോ. നേരു കണ്ടത് തന്നെ എടുക്കാൻ പറഞ്ഞു. പിന്നെ നിലത്തിറങ്ങാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല ആള്. പേടിച്ചിട്ടാന്ന് തോന്നുന്നു. നമുക്ക് തന്നെ കാണുമ്പോൾ പേടിയാവും, പിന്നെ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ. ചെറിയൊരു പേടിയൊക്കെ തോന്നിയെങ്കിലും അവിടെയും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഹൊറർ വൈബും കിട്ടി. ഇവിടെ നമുക്കൊരു 20 മിനിറ്റ്സ് അലൗഡ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വീണ്ടും തിരിച്ച് ഇവന്മാരുടെ അടുത്തേക്ക്. എൻ്റെ ഫോൺ കണ്ടിട്ട് എന്തോ സ്നാക്സ് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വരുന്നതാ ഈ കാണുന്നത്. നമ്മുടെ സൂവിലൊക്കെ വളരെ ദൂരത്ത് നിന്നിട്ടല്ലേ ഈ മാനുകളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവന്മാർ ഇത്ര ക്ലോസ് ആയിട്ട് നമ്മളുമായിട്ട് ഇടപഴകുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവന്മാരുടെ കൂടെ നിൽക്കുമ്പോഴേക്കും ബോട്ടിന്റെ ടൈം ആയതറിഞ്ഞില്ല. പിന്നെ പതുക്കെ അവിടെ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞു വന്നു. നെരുനാണെങ്കിൽ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല അവിടെ നിന്ന് വരാനായിട്ട്. പിന്നെ നേരെ തിരിച്ച് പോർട്ട് പ്ലെയറിലേക്ക്. നമ്മൾ തിരിച്ച് എത്തുമ്പോഴേക്കും സന്ധ്യ ആയിട്ടോ. നേരുവാണെങ്കിൽ നല്ല ടയേർഡും. ബോട്ടിൽ കയറിയതും ആൾ കിടന്നുറങ്ങി. നമ്മളുടെ കൂടെ വന്നതിൽ ഏകദേശം ഒരു 90% ആളുകളും പാക്കേജ് ബുക്ക് ചെയ്ത് വന്നവരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ബോട്ട് ഇറങ്ങിയതും പാക്കേജുകാരുടെ വണ്ടി റെഡിയായിരുന്നു പുറത്ത്. ബട്ട് നമ്മൾ സ്കൂട്ടി റെന്റൽ എടുത്തുകൊണ്ട് റിലാക്സ് ആയിട്ട് പോയാൽ മതി. നേരെ ഉറങ്ങുന്നതല്ല കേട്ടോ, വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ചെറിയൊരു ആക്ഷനാണ്. എണീറ്റ് തോൾക്ക് ഹോർലിക്സ് വേണമെന്ന്. അപ്പോൾ തൊട്ടടുത്ത് കണ്ടൊരു കടയിൽ നിർത്തി അത് മേടിച്ചു കൊടുത്തു. സാധാരണ അങ്ങനെ കുടിക്കാറൊന്നുമില്ല, പക്ഷെ ഇന്ന് കാര്യമായിട്ട് കുടിച്ചു കേട്ടോ. വരുന്ന വഴിക്ക് ടോപ്പ് വ്യൂവിൽ എയർപോർട്ടും അവിടുത്തെ റൺവേയും കാണാൻ പറ്റിയിട്ടോ. നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ റൂമിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.